എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഫാദർ വർഗീസ് പുളിക്കൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആയത്തുപടി ഇടവകയുടെ വികാരിയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഞാനിവിടെ ആയിരിക്കുക. ആയത്തുപടി ഇടവക 50 വർഷം പൂർത്തിയാക്കുന്ന ആ ജൂബിലി നിറവിൽ ഈ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വൈകുന്നേരം വരെ നടക്കുന്നു. ഏറെ സന്തോഷം. ഈ ഇടവക 50 വർഷം പൂർത്തിയാക്കുമ്പോൾ 24 യൂണിറ്റുകളിലായി ഏകദേശം 900-ൽ പരം വീടുകളുള്ള ഈ ഇടവക കൂട്ടായ്മയിൽ സ്നേഹത്തിൽ പണിതുയർത്തിയ, സ്വന്തം അധ്വാനം കൊണ്ടും ചോര വിയർപ്പാക്കി പണിതുയർത്തിയ ഒരു വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നിലനിൽക്കുന്ന ഈ ദേവാലയത്തിന് മുമ്പിൽ ഞാനായിരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനം അത് വളരെ മനോഹരമായി നടക്കുന്നു. ഈ പോപ്പുലർ മിഷൻ ധ്യാനം 2 സെൻറ്ററുകളിലായിട്ടാണ് നടക്കുന്നത്. നിത്യസഹായ മാതാ സെൻറ്റർ, സാന്തോം നഗർ. നിത്യസഹായ മാതാ സെൻറ്ററിൽ ഏകദേശം 500 ഭവനങ്ങളുണ്ട്. സാന്തോം നഗറിൽ ഏകദേശം 400 ഭവനങ്ങളുമുണ്ട്. 2 ഇടങ്ങളിലായിട്ട് വളരെ മനോഹരമായിട്ട് ഈ ധ്യാനം നടക്കുന്നു. ഈ ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഈ ഇടവക, ഞങ്ങളുടെ കുടുംബങ്ങൾ, വ്യക്തി ജീവിതങ്ങളൊക്കെ നവീകരിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നു. ഏറെ സന്തോഷത്തോടെ തമ്പുരാന് നന്ദി പറയുന്നു. കാരണം 50 വർഷം പൂർത്തിയാക്കുന്ന ഈ ജൂബിലിയുടെ സന്തോഷം ഞങ്ങളായിരിക്കുമ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഇടവകയ്ക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളിതിനെ കരുതുകയാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവും വേണ്ടി യേശുവിന്റെ പിന്നാലെ. ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷം തരുന്ന ഒരു ദിനമാണെന്ന്. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷമുണ്ട്, കുളിർമയുണ്ട്. നമ്മുടെ ഇടവകയിലെ സാധിക്കുന്ന എല്ലാ മക്കളും ഈ പള്ളി അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ നമ്മളോടൊപ്പം ഒത്തിരി സ്നേഹത്തോടെ നമ്മെ കാണാൻ, നമ്മോട് മിണ്ടാൻ, നമ്മോട് സംസാരിക്കാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അതിരൂപതയിൽ ഏറെ വർഷങ്ങൾ സഹായമെത്രാനായി ശുശ്രൂഷ ചെയ്ത് അതിരൂപതയെ ഏറെ ആത്മീയമായി, ഭൗതികമായി ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്ത് വളർത്തിയ നമ്മുടെ സ്നേഹമുള്ള സ്നേഹനിധിയായ തോമസ് ചക്കിയത്ത് പിതാവ്, ഇടവകയുമായിട്ട് പിതാവിന് ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട്. ആയത്തുപടി ഇടവകയിൽ ഒരുപാട് സമയങ്ങളിൽ പിതാവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ ദേവാലയം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പല പ്രാവശ്യം പിതാവ് നമ്മുടെ കൂട്ടായ്മ കണ്ടിട്ടുണ്ട്, നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിതാവ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു. എങ്കിലും വളരെ തീക്ഷ്ണതയോടെ ആക്റ്റീവായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് വചനം പങ്കുവെച്ച്, സ്നേഹം പങ്കുവെച്ച്, കൂട്ടായ്മയുടെ സന്ദേശം നൽകി ഇപ്പോഴും യാത്രയാണ്. ഇന്ന് പിതാവ്
കോതമംഗലത്ത് പോയിട്ട് അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. പിതാവ് ഇപ്പോൾ താമസിക്കുന്നത് പിതാവ് തന്നെ ചെറുതായിട്ട് വളർത്തി വലുതാക്കിയ നമ്മുടെ അതിരൂപതയുടെ ഒരു സ്ഥാപനമുണ്ട്, നിവേദിത. അത് ആലുവയിലാണ്, ചുണങ്ങംവേലിയിൽ. ആ സ്ഥാപനം പിതാവിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. വളരെയേറെ വർഷങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. ആ സ്ഥാപനത്തിൻ്റെയും 25 വർഷത്തെ ജൂബിലി കഴിഞ്ഞു. ഇതെല്ലാം കഴിയുമ്പോൾ പിതാവ് ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ വളർത്തി വലുതാക്കിയ ആ കുഞ്ഞിൻ്റെ പക്കലേക്ക് വീണ്ടും വന്ന് നിവേദിതയിൽ തന്നെ ഇപ്പോൾ താമസിക്കുന്നു. അവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. നമുക്കറിയാം, ജോജോ അച്ഛൻ നമ്മളോട് ഇന്നലെ പറഞ്ഞു, ഏതാണ്ട് 90 വയസ്സോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് കുറേ വർഷങ്ങൾ ഇനിയുണ്ട്, എങ്കിലും പ്രായത്തിൽ കുറവൊന്നുമില്ല. പക്ഷെ മനസ്സുകൊണ്ട് ഒത്തിരി തീക്ഷ്ണതയും ഊർജ്ജസ്വലതയും കാണിച്ച് ഇപ്പോഴും ഒരുപാട് യാത്ര ചെയ്ത് മക്കളെ കണ്ട് സംസാരിക്കുന്ന പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഈ ഇടവക കൂട്ടായ്മയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ച, ബഹുമാനപ്പെട്ട കൊച്ചച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, സഹോദരങ്ങളെ, ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ജനസമൂഹമാണിത്. ഞാൻ ഓർക്കുക, 10-28 വർഷമായിട്ട് ഈ ഇടവകയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ അരമനയിലായിരിക്കുന്ന കാലം മുതൽ പ്രത്യേകിച്ച് ഒരിക്കലും ഈ ഇടവകയിൽ നിന്നൊരു തർക്കം ആയിട്ട് ആരും അരമനയിൽ വന്നിട്ടില്ല. മാതൃകാപരമായിട്ടൊരു ഇടവകയാണ്. അപ്പം നിങ്ങൾക്ക് അനുമോദനം കൊണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു വികാരിച്ചനും കിട്ടി, അതോടൊപ്പം കൊച്ചച്ചനും. അവർ രണ്ടുപേരും കൂടി നിങ്ങളെ ഒരു ദൈവജനമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൽ ഞാൻ കേട്ടു 100ഓളം കുട്ടികളെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് സമ്മാനം വാങ്ങാൻ ഒരുങ്ങുന്നു എന്ന് കേട്ടു. അങ്ങനെ ഒരു നല്ല കുടുംബ ഇടവക ആകുന്ന കുടുംബത്തിൻ്റെ വളർച്ചയിൽ പങ്കുചേരാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ഈ പള്ളി പണിയുന്ന അവസരത്തിൽ ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തരം വലിയൊരു കൂട്ടായ്മ, ബന്ധം, പരസ്പരമുള്ള പങ്കുവയ്ക്കൽ, അത് വേറെ പലയിടത്തും കാണാത്തതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായ ഒരു ഇടവക. ഞാനിവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്, കർത്താവ് സുവിശേഷ പ്രസംഗവുമായിട്ട് ഇങ്ങനെ പോകുന്ന ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളാണ് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ സംഭവം. എത്രയോ മനുഷ്യരാണ് ഒരുമിച്ച് കൂടി കർത്താവിനെ സ്തുതിക്കാൻ വന്നത്. പല അവസരങ്ങളിലും അങ്ങനെയുള്ള കാര്യം, പല അവസരങ്ങളെ പറ്റിയും ബൈബിളിൽ പരാമർശങ്ങളുണ്ട്. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം അത് വായിച്ചിരിക്കുന്നു. അവിടെ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ്. കർത്താവ് എല്ലാവരോടുമായിട്ട് മലയിൽ വെച്ച് പറഞ്ഞ പ്രസംഗം, അതിൻ്റെ കൂടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഞാൻ പറയും, കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പ്രാർത്ഥനയാണ്. അത് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മൾ അത് ചൊല്ലുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കോടാനുകോടി മനുഷ്യർ പ്രഭാതത്തിൽ എണീക്കുമ്പോൾ, മറ്റ് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ഈ പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കില്ല. കാരണം യേശുനാഥൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണത്. അത് ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ അത് മതി, വേറൊന്നും ചെയ്യേണ്ട. നമ്മൾ കുർബാനയുടെ ആരംഭത്തിൽ ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നു, കുർബാനയുടെ അവസാനത്തിലും അത് നമ്മൾ ചൊല്ലുന്നു, വീട്ടിൽ സന്ധ്യാസമയത്ത് നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുന്നു. ആ പ്രാർത്ഥന നമുക്കൊരു ധ്യാനം വിഷയമാക്കാവുന്നതാണ്. ദൈവത്തെ നമ്മൾ പിതാവായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ആ ദൈവത്തെ വിളിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്ത് മനോഹരമാണത്! നമുക്കൊരു ദൈവം, പിതാവായ ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ വിളിച്ച് സ്തുതിക്കുകയാണ്.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ നാമം പൂജിതമാകണം, അങ്ങനെ നാമത്തിന് മഹത്വം ഉണ്ടാകണം. ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മളെ മക്കളായ നമ്മുടെ മാതാപിതാക്കളെ പറ്റി ചിന്തിക്കുന്നത് മാതാപിതാക്കൾക്ക് ഒരിക്കലും അവഹേളനം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വഴി മാതാപിതാക്കൾക്ക് മഹത്വം ഉണ്ടാകണം. പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് നമ്മൾ വഴിയാണ്. നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകും. നമ്മൾ ഈ പ്രകൃതിയെ വീക്ഷിക്കുമ്പോൾ ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും കൃത്യമായിട്ട് ദൈവം അവയ്ക്ക് കൊടുത്ത കൽപ്പനകൾ പാലിക്കും. ഒരു ജീവിയും ഒരിക്കലും അതിന് കൊടുക്കപ്പെട്ട നിയമം ലംഘിച്ചിട്ടുണ്ടാകില്ല. ഓരോ ജീവിക്കും ഓരോ പ്രത്യേക ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഭൂമിയിൽ വലിയ ചിട്ടയും ക്രമമാണ് ഭൂമിയിൽ നമ്മൾ കാണുക. വൈകുന്നേരമാകുമ്പോൾ എല്ലാ പക്ഷികളും കൂടണയും പറന്ന് വിശ്രമത്തിനുള്ള സമയമാണ്. പിന്നെ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പക്ഷികളെല്ലാം ഉറക്കം വിട്ട് ജോലി ആരംഭിക്കും. ഓരോ ജീവിക്കും പ്രത്യേകം ഭക്ഷ്യപദാർത്ഥങ്ങളുണ്ട്. ഓരോ പക്ഷിവർഗത്തിനും ഏത് തരത്തിൽ കൂടുണ്ടാക്കണമെന്ന നിയമമുണ്ട്. കാക്ക എന്ന പക്ഷിവർഗത്തിന് ഉണ്ടാക്കേണ്ട കൂടിൻ്റെ രൂപരേഖ അതിൻ്റെ ശരീരത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കുരുവിപക്ഷിയുടെ കൂടിൻ്റെയും രൂപരേഖയുണ്ട്. അതൊക്കെ ദൈവം കൊടുത്തിട്ടുള്ളതാണ്. തേനീച്ച എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് തേനീച്ചയെ പഠിപ്പിച്ച ദൈവമാണ്. തേൻ ആണ് അതിൻ്റെ ഭക്ഷണം, പൂമ്പൊടിയും. ഓരോ പൂവിനും പോയി തേനും പൂമ്പൊടിയും ശേഖരിക്കുക. അതുവഴി അതൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, പരാഗണം നടത്തി കൊടുക്കുന്നതാണ്. തേനീച്ചകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ മനുഷ്യർ പട്ടിണി കിടക്കുമെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. കാരണം ദൈവത്തിൻ്റെ സംവിധാനത്തെ തകർത്താൽ പിന്നെ മുമ്പോട്ട് പോകാനാകില്ല, ഒരു പഴവർഗവും ഉണ്ടാകില്ല. അപ്പോൾ തേനീച്ചകളും മറ്റ് കീടങ്ങളും ഒക്കെ ഇങ്ങനെ പരാഗണം നടത്തുന്നു. അവയ്ക്ക് ഭക്ഷിക്കാനുള്ള എല്ലാം ദൈവം സജ്ജീകരിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ പൂവുകളിലും തേനുണ്ട് എന്ന കാര്യം അതൊക്കെ ദൈവത്തിൻ്റെ ചിട്ടയും ക്രമത്തിൽ പെടുന്നതാണ്. ഒരു ജീവിയും ഒരിക്കലും ഒരു നിയമം ലംഘിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ആന എന്ന വർഗത്തിന് ദൈവം കൊടുത്ത വലിയൊരു കൽപ്പനയാണ്, അത് സസ്യഭുക്കായിട്ട് ജീവിക്കണം. എത്ര വിശന്നാലും വേറൊരു ജീവിയെ ചവിട്ടിക്കൊന്നത് ഭക്ഷിക്കില്ല. കാരണം അതിൻ്റെ കൽപ്പന അങ്ങനെയാണ്. അങ്ങനെ പ്രകൃതിയിൽ മുഴുവൻ ദൈവത്തിന് നിയമങ്ങളുണ്ട്. കർത്താവ് നമുക്ക് പുതിയ നിയമം തന്നിരിക്കുന്നു. മനുഷ്യരായ നമുക്ക് നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച്, നമുക്ക് കിട്ടുന്ന വെളിപാടുകൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായി കണ്ടെത്തി അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്കാകണം. അപ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ദൈവത്തിൻ്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എവിടെയാകണമെന്ന് പറയുന്നേ? ഭൂമിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ പ്രമാണം പാലിക്കപ്പെടണം. അത് ആദ്യമായിട്ട് പാലിക്കപ്പെടേണ്ടത് എന്നിലാണ്, നമ്മിൽ ഓരോരുത്തരിലുമാണ്. നമ്മിൽ ഓരോരുത്തരിലും ഈ പ്രമാണം കൃത്യമായി പാലിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ, അങ്ങയുടെ രാജ്യം എന്നിൽ രൂപീകൃതമായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായി. അപ്പോൾ സമാധാനമായി, ശാന്തിയായി. ആയത്തുപടി ഇളവുകൾപ്പെട്ട എല്ലാവരും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ കൃത്യമായി പാലിച്ച് ജീവിച്ചാൽ ഇത് സ്വർഗമായി. പിന്നെ ഇവിടെ ഒരു ദൈവരാജ്യമുണ്ട്. നിങ്ങൾ വിചാരിച്ചതിൻ്റെയും കൊച്ചിൻ്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ എല്ലാവരിലും ദൈവത്തിൻ്റെ രാജ്യം രൂപീകരിക്കുക എന്നതാണ്. അതിൽ ചിലപ്പോഴൊക്കെ കുറവ് സംഭവിക്കും. ആ കുറവ് സംഭവിക്കുമ്പോൾ അച്ഛന്മാർ കൃത്യമായി നിങ്ങളോട് പറയും, ഇന്ന കാര്യങ്ങളിൽ തെറ്റ് സംഭവിക്കുന്നു. പ്രകൃതിയിൽ മറ്റ് ജീവജാലങ്ങൾ ഒരിക്കലും അവരോട് ആർക്കും ധ്യാനപ്രസംഗം നടത്തണ്ട. അവരെല്ലാ നിയമങ്ങളും കൃത്യം പാലിച്ച് തന്നെ ജീവിക്കുന്നു. മനുഷ്യന് ധ്യാനപ്രസംഗങ്ങൾ ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. കാരണം നമുക്കെല്ലാവർക്കും പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് കാരണം. പ്രലോഭനങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല.
അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ കർത്താവ് ഈ അപേക്ഷ ഉൾക്കൊള്ളിച്ചത്. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. നമുക്കെല്ലാവർക്കും പ്രലോഭനങ്ങളുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. ഈ പ്രലോഭനങ്ങളെ നമ്മൾ ഓരോ പ്രവൃത്തിയിലൂടെ, ചിന്തയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, ഉപവാസത്തിലൂടെ, ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ നമ്മൾ നിയന്ത്രിക്കുന്നു. അങ്ങനെ എല്ലാ പ്രലോഭനങ്ങളെയും നമ്മൾ അതിജീവിച്ചുകൊണ്ട്, എല്ലാ തിന്മകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം എന്നിലുണ്ടാകും. ഈ ദൈവരാജ്യത്തിൻ്റെ രൂപീകരണത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഈ പ്രലോഭനങ്ങളെ തോൽപ്പിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നീ പരിശുദ്ധൻ, നീ എന്നും സത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഇതാ പരിശുദ്ധ അൾത്താരയിൽ കടന്നു വന്നിരിക്കുന്ന യേശു നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, ഇടവക കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ കടന്നു വരുന്ന സമയം, ഈ ദിവസങ്ങളിൽ നീ അനുഭവിച്ച അഭിഷേകം ജ്വലിപ്പിക്കുന്ന സമയം, ഈശോയുടെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന സമയം. കരങ്ങൾ കൂപ്പി അൾത്താരയിൽ നോക്കി നമുക്ക് ചേർന്ന് പാടാം. നീ പരിശുദ്ധൻ, നീ എന്നും സത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. കരങ്ങൾ ഉയർത്തി പാടാം. നീ പരിശുദ്ധൻ, നീ എന്നും സത്യൻ, ദൈവമേ നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രിയപ്പെട്ട ദൈവജനമേ, നന്നായിട്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഭരിക്കാൻ പോകുന്ന രാത്രിയാണ്. കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ നാവ് തുറന്ന്, ഹൃദയം തുറന്ന് ഈശോയെ എന്ന് വിളിക്കണം, ആബാ പിതാവേ എന്ന് വിളിക്കണം, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. എല്ലാവരും നന്നായിട്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഒരാ സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. ഈശോയെ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. അഭിഷേകത്തിന്റെ ആത്മാവ്, അഭിഷേകത്തിന്റെ ആത്മാവ് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. പോരാ പോരാ പോരാ. കരങ്ങൾ ഉയർത്തി. ഈ രാത്രിയിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന രാത്രിയാണ്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒരൊറ്റ വിളി, ഈശോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഇടതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. പരിശുദ്ധാത്മാവിന് സമർപ്പിക്കപ്പെട്ട ജീവിതം, അതാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപന മണിക്കൂറിൽ നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന ജീവിതം. ഒരിക്കലും നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന സുഖ സൗകര്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. മനസ്സിൽ പലവിധത്തിലുള്ള തോന്നലുകൾ ഉണ്ടാകും. ഒരു കാരണവശാലും തോന്നലുകൾക്കനുസരിച്ച് തീരുമാനമെടുക്കരുത്. മറിച്ച് ആത്മീയ പ്രേരണകൾക്കനുസരിച്ച്, ആത്മാവ് പറയുന്നതനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് ഞായറാഴ്ച ആരംഭിച്ച ശുശ്രൂഷയിലുടനീളം നിങ്ങൾ പങ്കെടുത്ത പരിശുദ്ധ കുർബാനകളിൽ, നിങ്ങൾ പങ്കെടുത്ത വ്യത്യസ്ത ശുശ്രൂഷകളിൽ, കൂദാശകളിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട്. നന്നായി കുമ്പസാരിക്കാൻ കൃപ തന്നപ്പോൾ തന്നെ
പരിശുദ്ധാത്മാവ് ഇനി എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കാനും പൊറുക്കാനും തീരുമാനമെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. കുടുംബ ബന്ധങ്ങളിൽ വിശുദ്ധീകരണം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനമെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അയൽപക്ക ബന്ധങ്ങളിൽ അത്രമേൽ സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ തീരുമാനമെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. ഇടവക കൂട്ടായ്മയിൽ ദൈവിക ശക്തിയിൽ ആശ്രയിച്ച് വളരാൻ തീരുമാനമെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. ആ വലിയ തീരുമാനങ്ങളിൽ മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് ശക്തി അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അനേകം ബലഹീനതകളിൽപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ മദ്യപാനത്തിന് അടിമകളായിരുന്നവര്, ദുശീലങ്ങൾക്ക് അടിമകളായിരുന്നവര്, നാവ് തുറന്നാൽ ചീത്തവാക്ക് മാത്രം പറയുന്നവര്, അങ്ങനെ അനേകരുടെ ജീവിതത്തിൽ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി തീരുമാനിക്കണം, എൻ്റെ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19ഉം 20ഉം തിരുവചനം, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ, ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ ശരീരം ഈ ലോകത്തിന്റെ സുഖം തേടാനല്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ശരീരം. ഈ നിമിഷം നമുക്ക് ആ വലിയ തീരുമാനമെടുക്കാം. ലോകമോഹങ്ങൾക്ക് മേൽ, ഈ ലോക ജീവിതം വെച്ച് നീട്ടുന്ന സകല തിന്മകളുടെ അരൂപികൾക്കുമേൽ യുദ്ധം ചെയ്യാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ച് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അപ്പാ, അമ്മേ, ഈ ആലയത്തിൽ നിന്നുകൊണ്ട് നീ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നിന്റെ മകനാവട്ടെ മകളാവട്ടെ അവരെവിടെയുണ്ടോ അവിടേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു ചെല്ലും. നിന്റെ കൃഷിയിടത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു ചെല്ലും. 2 കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാൻ പഠിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് സ്വരമുയർത്തി പോരാ പോരാ പോരാ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. ആത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവ് ദൈവജനത്തിന്റെ മേൽ കത്തി പടരട്ടെ. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി ദൈവജനത്തിന്റെ മേൽ കത്തി പടരട്ടെ. ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവ് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ആശീർവാദം സ്വീകരിക്കട്ടെ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച്, എല്ലാവരും കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിശുദ്ധ പരമമാ ചേർന്ന് പാടിക്കൊണ്ട് കാരുണ്യമേ തമ്പുരാനെ എന്നും എന്നും അങ്ങേക്കാരാധന. എല്ലാവരും പാടിക്കേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ കർത്താവേ എന്നും എന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി താഴ്മയോടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്ക്, എന്നുമെന്നും അങ്ങേക്കാരാധന.
ഞാൻ ബിജു, പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. എൻ്റെ കൂടെ സിജോയ് ഉണ്ട്. സിജോ നമ്മുടെ സാന്തോം സെൻറ്ററിൻ്റെ സെൻറ്ററിൻ്റെ കൺവീനറാണ്. ഈ നിത്യസഹായ മാത ഈ പള്ളി ഇരിക്കുന്ന ഈ സെൻറ്ററിൻ്റെ കൺവീനർ ചേട്ടൻ എത്തിയിട്ടില്ല. ആയത്തുപടിക്ക് ആത്മീയമായിട്ട് ഒരു ഉണർവിൻ്റെ ദിനങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 6 ദിനങ്ങൾ. എല്ലാ രംഗങ്ങളിലും എന്ന പോലെ കൊറോണയ്ക്ക് ശേഷം ചെറിയൊരു ശോഷണം ആത്മീയ രംഗത്തും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിത്യസഹായ മാതാവിൻ്റെ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നടന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം ആത്മീയമായിട്ട് ഞങ്ങളെ ഒത്തിരി ഉയർത്തി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയൊരു പങ്കാളിത്തം ഇവിടെ ഉണ്ടായിരുന്നു. കൂട്ടായ്മ കൊണ്ടും മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ടും ആയത്തുപടി ഇടവക വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഈ സഹകരണത്തിന് ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനം സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. പ്രത്യേക പരിഗണന നൽകി ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസരം തന്ന ഞങ്ങളുടെ മെയിൻ സെൻറ്ററായ നിത്യസഹായ മാതാ സെൻറ്ററിൻ്റെ ധ്യാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മാരിപ്പാട്ടച്ചനോടും സാന്തോം സെൻറ്ററിൻ്റെ ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട തോമസ് അച്ഛനോടുമുള്ള ഞങ്ങളുടെ ആയത്തുപടി ഇടവകയുടെ അഗൈതവുമായി നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങളുടെ ആത്മീയ ഗുരുവായ ബഹുമാനപ്പെട്ട വികാരി റവറൻ ഡോക്ടർ വർഗീസ് പുളിക്കലച്ഛനും അസിസ്റ്റൻറ്റ് വികാരി ബിബിൻ മുളവരിക്കലച്ഛനും ഒന്നു ചേർന്ന് ഞങ്ങളോടൊപ്പം കൈകോർത്ത് നിന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ധ്യാനം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്.